ഒരു പടക്കൂറ്റൻ പ്ലാൻ. ഇനി മെല്ലെ ശ്വാസം അടുത്തേക്ക് വലിക്കും. കൈകൾ ഇരുവശത്തേക്ക് അടക്കുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ചേച്ചിയെ ഇതുവരെ പൂർവ്വസ്ഥിതിയിലായില്ലേ? ഓടിവെക്കാൻ പോകുന്നത് ഇവനെ. ഇന്നലെ ഒഴിയെ കാണാൻ പോയപ്പോഴേ ഞാൻ വിചാരിക്കുന്ന ഉറക്കത്തിലേക്ക് നടക്കുമ്പോ ഈ പോലത്തിലായിരിക്കും. എന്റെ മനുഷ്യ നിങ്ങളത് എണീക്കും. അയ്യോ എടി, ഇന്നലെ ഞാനൊരു പോത്തായി മാറുന്ന സ്വപ്നം കണ്ടു. എന്റെ മനുഷ്യ അത് ഒട്ടൊന്നുമല്ല, സത്യമാണ്. പോടിയോ? നിങ്ങളിങ്ങനെ ഒന്നിനെ കളി കാണുന്നു. ഇന്നലെ നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞത്. ആ അത് ശരിയാ. നമ്മുടെ മോളെ പോയി. അവരെ ആദ്യം കുറിച്ച് അമ്പലത്തിലോട്ട് പോയാ. അതെയോ? അമ്മേ ആ മോളെ, നീ അമ്പലത്തിൽ പോയി എന്തായിട്ട് വൈകിയത്? ചെരുപ്പ് കണ്ടില്ല അച്ഛാ. എന്നിട്ട് നല്ലതൊന്നും കാണാത്തതുകൊണ്ട് സ്വന്തം ചെരുപ്പിട്ട് തന്നെ ഇങ്ങ് പോകുന്നു. അതും ഇതും പറഞ്ഞു നിൽക്കാതെ വേഗം പോയി ഒരുങ്ങില്ല. അവരിപ്പോഴിനെത്തും. ചെക്കനെ നിസാരക്കാരനല്ല, ഡോക്ടറാ, സർക്കാർ ഡോക്ടർ. വാ മോളെ, നമുക്ക് പോയി വരുന്നോ? അവരെത്തി കേട്ടോ. വരിക വരിക. എന്നാ പിന്നെ അധികം സമയം കളയണ്ട, പെണ്ണിനെ വിളിക്കാം. മോളെ, ഇതാ ചായ. മോളെ ഇവിടെ ചെക്കനും മോൾക്കും വലുതും തോണ്ടാനും പറയാനുണ്ടെങ്കിലും ശരിയാ, നമുക്കത് മാറി നിൽക്കാം. ആ ഷോളൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഭഗവതിയുടെ മുഖം ഒന്ന് കാണാനും. ഇതാ പ്രേക്ഷകർക്കായി ഒരു ചോദ്യം. ഈ ഗാനത്തിൽ നായകനും നായികയും കാലുമടക്കിയപ്പോൾ സ്ട്രെച്ചായ ലിഗമെന്റിന്റെ പേരുണ്ട്. നിങ്ങളുടെ ഉത്തരമയക്കണ്ട പോകാൻ ഇന്റർവെസിബിൾ പേസ് യുവർ ആൻസർ. സമാനമായി വാർത്തർ സിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറ്റ്ലസ് വെർട്ടിബ്ര, ജനകോടികളുടെ കഴുത്തിലെ വിശ്വസ്ത വെർട്ടിബ്ര. അയ്യേ, ഇതെന്താ ഇങ്ങനെ? റാബീസ് പിടിച്ച രോഗികൾ വെള്ളം കണ്ട പോലെ. കൂതരെ കാതരെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടായി. നിന്നെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം? അല്ല, എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ചേട്ടാ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ചേട്ടാ, രണ്ടു കൂട്ടർക്കും സമ്മതമായ സ്ഥിതിക്ക് പെട്ടെന്ന്
നിക്ക്, അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ വരട്ടെ. അവര് ജോലി സ്ഥലമൊക്കെ ഞാനും ഒന്ന് കാണട്ടെ. മതി, അത് മതി. കണിമംഗലം PHC ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. രംഗം 2, കണിമംഗലം PHC. നിങ്ങളൊന്ന് വൃത്തിയിലാണ് കാണിക്കുന്നത്. ആ സ്ത്രീ സ്വസ്ഥമായിട്ടിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കില്ല. ഡോക്ടർ തന്നെയല്ലേ എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് പ്രോത്സാഹിപ്പിക്കണമെന്ന്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. ഒന്ന് പോ ചേട്ടന്മാരെ, പോയി ക്യൂതിക്ക്. ഞാൻ ടോക്കൺ അനുസരിച്ച് വിളിക്കാം. ഓ, ഇന്ന് ഞെങ്ങുന്നില്ലല്ലോ. ടോക്കൺ നമ്പർ 1. പ്ലീസ് ബി സീറ്റഡ്. ഓ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. എന്തിനാ വന്നത്? ഡോക്ടറെ കാണാൻ വന്നതാ. കണ്ടില്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പ്രതീക്ഷിച്ച പോലാത്ര സൗന്ദര്യമൊന്നുമില്ല, എന്നാലും തരക്കേടില്ല. ഓ എടോ, അതല്ല ചോദിച്ചത്. താൻ എന്നെ കാണാൻ വന്നാണോ? ആണെങ്കിൽ എന്താണ് പ്രശ്നം? സാറേ, അല്ലാത്ത വയറുവേദന. ഓഹോ, ചീട്ട് എടുത്തിട്ടുണ്ടോ? ഓ ഉണ്ട്. കഴിഞ്ഞ തവണ ചീട്ടെടുത്തില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വിട്ടതാ. അതുകൊണ്ട് ഇത്തവണ 2 കെട്ടി ചീട്ടെടുത്തു. അപ്പൊ എന്നാ, പരിശോധിച്ചിട്ട് കളിക്കണം അതോ കളിച്ചിട്ട് പരിശോധിക്കണം? ഓ, എന്തുവാടേ ഇത്? ഈ ചീട്ടല്ല, OP ചീട്ട്. ഓ അതുകൊണ്ട് ഇല്ല. ശരി, നോക്കട്ടെ. അല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അന്ന് ചീട്ടെടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. എന്റെ ഈശ്വരാ, തനിക്ക് ചീട്ടിന്റെ വിചാരം മാത്രമേ ഉള്ളോ? വയറുവേദന മുമ്പ് വന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല. ആ ശരി. ഈ അടുത്ത് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കഴിച്ചോ? 3 മാസം മുമ്പ് കല്യാണം കഴിച്ചു. കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ തീരെ ഇഷ്ടമായി. എടോ, വയറ്റിൽ പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന്? അതിന് ഈയിടെയായി തീരെ വിശപ്പില്ലല്ലോ. ഓ, എന്താ ഗ്യാസ് ഉണ്ടോ? ഗ്യാസിന് വില കൂടുതലായിട്ട് ഇപ്പം വിറകാം. ഓ, തന്നെ ഞാൻ കൊല്ലും. പിന്നെ ഇപ്പൊ തീരെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അത് സാരമില്ല, കുറച്ച് ഉപ്പ് വായിലിട്ടാ മതി. കേട്ടിട്ടില്ലേ? ഉപ്പ് തിന്നാ വെള്ളം കുടിക്കും. ആരുടെ ഒരു തമാശ. ആട്ടെ, ഛർദിക്കാൻ പറ്റുന്നുണ്ടോ? ഓ ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദിച്ചു. ഓ അതല്ല, തനിക്ക് ഛർദിക്കാൻ പറ്റുന്നുണ്ടോന്ന്. എനിക്ക് ഛർദിക്കാൻ വരുന്നില്ല. ഹേ ഇല്ല ഇല്ല, എനിക്ക് മൂത്രത്തെ കല്ലുണ്ട്. ഓഹോ, മൂത്രത്തിക്കല്ലുണ്ടോ? എടോ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാനിതങ്ങനെ കളയാൻ നോക്കാം. അപ്പോഴാ സൂക്ഷിച്ചു വെക്കാൻ പോകും. എണീക്ക്, വലിച്ചുവിട്, വലിച്ചുവിട്. ഉണ്ടോ? ഉണ്ടോ? എന്ത്? സിഗരറ്റ് ഉണ്ടോ? ചുമ്മാ വരത്തിവിടെന്നൊക്കെ പറഞ്ഞാൽ. ഓ, ഞാൻ എടാ ആത്ര ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ശ്വാസം വലിച്ചു വിടൂ. എടോ, തനിക്ക് വളരെ സീരിയസ് ആണ്. അടിയന്തിരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് പോരെ? എന്ത് അടിയന്തിരം? ഓ അതല്ല, എന്റെ വൻകുടലും ചെറുകുടലും തമ്മിൽ കൂടിപ്പിണഞ്ഞ് മാരകമായ ഒരു അവസ്ഥയിലാണുള്ളത്. ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. സിസ്റ്റർ, അതെന്റെ വൻകുടൽ ചെറുകുടൽ സാറേ, എന്നെ ട്രൗസറിന്റെ വള്ളിയാ. പോയെ പോയെ പോയെ, സ്റ്റാൻഡ് വിട്ട് പോയെ. ഈ ഡോക്ടർ ഒന്നും അറിയില്ലല്ലോ. ഞാൻ വല്ല മംഗലാപുരത്ത് കോഴിക്കോട് വല്ല നല്ല ഡോക്ടർമാരാരെങ്കിലും കാണിച്ചു തരാം. എന്നാ പോട്ടെ. ആരാത്? ചെവി കേൾക്കില്ലേ? ആരാത്? ഞാനൊരു വഴിപോക്കനാണേ. വഴിപോക്കിന് ഹോസ്പിറ്റൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഇതെന്താ കാവിലെ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, തനിക്ക് ഞാൻ ഭഗവാനല്ലാന്ന് പറയാൻ ഭഗവാനെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ ഒടിഞ്ഞു തൂങ്ങിയ സ്റ്റെപ്പും വെള്ളം കാണാത്ത കൂട്ടും വാക്കിലും നടപ്പിലും കാണപ്പെടുന്ന കൊടുക്കത്തെ ചാട്ട എന്നൊക്കെ പറയണമെങ്കിലേ വല്ല കണ്ണുകൂട്ടമായി കാണുന്നത്.
ഇത് കണ്ണലൂടെ 5-8 കൊല്ലം പേഷ്യന്റ് ഒന്നുമില്ലാതെ അതിന് നടക്കുന്ന ഒരു മാൻ. ഹോസ്പിറ്റലിലെ ഗ്രേറ്റ് 2 അറ്റൻഡർ ഓപ്പിലെപ്പോഴും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ട് MBBS പാസ്സായതാണോ മാഷെ? ഇതാരാണാവോ ഞാനറിയാത്തൊരു യൂണിവേഴ്സിറ്റി ടോപ്പർ? ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ. ഈ കണിമംഗലം PHSന്റെ വാട്ടർ പ്യൂരിഫയറും 15 എയർപോർട്ട് ശേഖരവും 2 ഏക്കർ സ്ഥലവും സംഭാവന ചെയ്ത ചരമ. ഈ കണിമംഗലത്തിന്റെ സ്വന്തം ചരമ തമ്പുരാൻ. ഓഹോ, ഇപ്പൊ പിടിക്കും. തമ്പുരാന് പറ്റിയൊരു ഡോക്ടർ അടുത്തയാഴ്ച DMHT ക്ലിനിക്കിൽ ഇവിടെ വരുന്നുണ്ട്. ഡോക്ടർ ഗൗരവ്. നമുക്ക് മൂപ്പരെ ഒന്ന് കാണിക്കാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഡോക്ടർക്ക് പേഷ്യന്റ് ഇല്ല എന്ന് വിചാരിച്ച് സങ്കടമുണ്ടോ? വിശ്വസിക്കാനുള്ള ഇവന്മാരുടെയൊക്കെ കാര്യങ്ങള് പഴയ ശീലങ്ങളൊക്കെ ഓരോ നീ ഓർത്ത് പോവാ. എടോ പിന്നെ തനിക്ക് എന്നെ ശരിക്കും കൊണ്ട് മനസ്സിലായില്ല തോന്നുന്നു. 3 മണിക്കൂർ കൊണ്ട് 500 പേരെ നോക്കി ഗിന്നസ് റെക്കോർഡ് ഇട്ട് എന്നോടോ വാള നിന്റെ ഈ ഡയലോഗ്. ഡോക്ടർ, നിങ്ങളൊരു നല്ല ഡോക്ടർ ആവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും. ഒരു നല്ല ഡോക്ടർ ആവാൻ ഒരാൾക്ക് നല്ല നിരീക്ഷണ ബോധം ഉണ്ടായിരിക്കണം. സെൻസിബിൾ ആവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഓ നിർത്ത്. ഇത് എനിക്കും ബാധകം. വണ്ടി വിട്ടെ. എനിക്ക് 3 മണിക്കൂർ കൊണ്ട് 500 പേരെ നോക്കാനുള്ളത്. അപ്പൊ ശരി, കോട്ടയം മണിക്കൂർ. നീ പഠിത്തയാളെങ്ങനെയാണോ? ഞാൻ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാണ്. അപ്പഴാ ഓർത്ത് സാറ് ഇവിടെ ഉണ്ടെന്ന്. എന്നാ ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് കരുതി. ആ, എന്താ പറ്റിയത്? ഇന്ന് രാവിലെ മുതൽ ചെറിയ ഒരു പനിയുണ്ടോ എന്ന് സംശയം. സംശയമല്ലേ? ശരിക്കും വരട്ടെ അപ്പൊ? അല്ല സാറേ, ഉള്ളിപ്പനിയുണ്ടോ എന്നാ സംശയം. ഉള്ളിപ്പനി? തക്കാളിപ്പനി, പന്നിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ ഈ ഉള്ളിപ്പനി? ഓ എന്റെ ഡോക്ടറെ, ഉള്ളിൽ പനി ഉണ്ടോന്ന്. എന്നാലേ ആ പനി പുറത്തേക്ക് ഇറങ്ങട്ടെ. എനിക്ക് ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ല. അതല്ല സാറേ, ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര കഫക്കെട്ട്. കഫക്കെട്ടോ? ഇതിന് ചുമയുണ്ടോ? ഇല്ല. ജലദോഷമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കഫക്കെട്ടാണോ? അത് കണ്ടുപിടിക്കാനല്ല ഡോക്ടർ ഇരിക്കുന്നത്. ശരിക്കും ഭയങ്കര കഫക്കെട്ടാ. പിന്നെ എന്റെ വലതുകാലിന് വല്ലാത്തൊരു വേദന. ഒരു TT എടുത്താലോ എന്നൊരു ആലോചന. നോക്കട്ടെ. ഒന്നുമില്ലല്ലോ. അല്ല, തനിക്ക് എത്ര വയസ്സായി? അത് അതാണ് പ്രായത്തിനേതാണ്. ഈ പ്രായത്തിലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സാറേ, എന്റെ ഇടത്തേക്കാരും ഇതേ പ്രായം തന്നെയാണ്. അത് പിന്നെ ധൃതി വെക്കണ്ട, ആ കാലിലും വന്നോളൂ. എടോ താങ്കൾ പോവാൻ നോക്കണോ? പിന്നെ സാറേ, ഈയിടെയായി തീരെ ഉറക്കമില്ല. അത് സാറേ, അതിനൊരു ടെക്നിക്കുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോ മനസ്സിൽ 1 മുതൽ 100 വരെ എണ്ണിയാവും. ഉറങ്ങിക്കോളും. അതൊക്കെ ഞാൻ നോക്കി. 1,33,998 വരെ ഞാൻ എണ്ണി. അപ്പോഴേക്കും ഉറങ്ങിയില്ലേ? അപ്പോഴേക്കും നേരം വെളുപ്പില്ലേ. പിന്നെ എന്തിനാ ഉറങ്ങുന്നേ? ഓ ശരി, ഞാൻ പോകുന്നില്ലേ? എന്നാ പിന്നെ എന്റെ ബി പി ഒന്നും. ചേട്ടന് പ്രഷറിന്റെ അസുഖമുണ്ടോ? ഇല്ല. സ്ഥിരം ഗുളിക കഴിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണോ ഞാൻ പ്രഷർ നോക്കുന്നത്? ചുമ്മാ ഒന്ന് നോക്ക് സാറേ, ചിലപ്പോ ഉണ്ടെങ്കിലോ. എന്തെങ്കിലും തലകറക്കോ എമർജൻസിയോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ BP നോക്കാം. അയ്യോ തലകറക്കൂലേ, ഞാനിപ്പോ വീട്. സിസ്റ്റർ, ഇവിടെ ഒരാൾക്ക് തലകറക്കം. ലോഡ് NML NSM YMH ബോത്ത് ബട്ടക്സ്. ഒരു ഇഞ്ചക്ഷൻ തരാട്ടാ. ഇഞ്ചക്ഷൻ ഉണ്ടായേ, എനിക്ക് എണ്ണ മതിയേ. ഓ എന്റെ ആദ്രം ദൈവങ്ങളെ,
ചേട്ടന് ശരിക്കും എന്തൊക്കെ മരുന്നാ വേണ്ടത്? ആ എനിക്ക് പാരസിറ്റമോൾ 2 സ്റ്റിക്ക്, ഗ്യാസിന്റെ റാൻഡാറ്റ് 10, ജലദോഷത്തിന്റെ ചിത്രത്തിന് 5, കഫക്കെട്ടിന്റെ തുള്ളി കുറച്ച്, പിന്നെ ആ ടർപ്പല്ലേ 2. ഓഹോ, റേഷൻ കടയാണെന്ന് കരുതി നമ്മുടെ ഹോസ്പിറ്റലിൽ കയറുകയല്ലേ? ഒന്ന് ഇറങ്ങി പോടോ, കേട്ടാവോ? ഓഹോ, നീ മേടിക്കാൻ വന്ന എന്റെ വീട്ടിൽ നോക്കാൻ പറ്റില്ലല്ലേ? എന്റെ ഗസ്റ്റ് പഠിക്കുമല്ലേ? കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാട്ടാ. തന്റെ സ്റ്റെപ്പ് ഞാൻ തെളിപ്പിക്കും. തന്നെ ഞാൻ കോത്താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അല്ല, അറിയാൻ വരാണ്ട് ചോദിക്കുക, താൻ ആരുമാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ? പോടോ പോടോ പോടോ. സാറേ ഓർഡറാ ഓർഡറാ. അയ്യോ ഓടിക്കോ. അല്ല, ഞാൻ എന്തിനാ ഓടുന്നത്? എന്താ പ്രശ്നം? സാർ അതല്ല, ഒരു ഓർഡർ ഓർഡർ സസ്പെൻഷൻ ഓർഡർ. സസ്പെൻഷനോ? എനിക്കോ? എന്താ റീസൺ? സാർ അത് പാരസിറ്റമോൾ എഴുതിയതിന് പകരം പാരസിറ്റമോൾ എഴുതിയിട്ട് അത് മഹിളാ സംഘടന പ്രശ്നമാക്കിയില്ലേ? അവർ വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. തീവ്രത ആരംഭിച്ച് വനിതാ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടാണ് DH സാറിനെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെയുമുണ്ട് കാരണങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ PSC ഏരിയയിലെ ഒരു കിണറ്റിൽ ഒരു കള്ളുകുടിയൻ വെള്ളമടിച്ച് വീട് മരിച്ചില്ലേ? ആ കിണറ്റിൽ എലി മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. എലി മൂത്രമൊഴിച്ച് എനിക്കെന്തിനാണോ സസ്പെൻഷൻ? എലിപ്പനെ തടയേണ്ടത് മെഡിക്കൽ ഓഫീസറല്ലേ? പഞ്ചായത്ത് പ്രൊജക്ട് വെച്ച് PSCയിലേക്ക് ഫർണിച്ചർ വാങ്ങിയില്ലേ? അത് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോയില്ലേ? അതിന്റെ ഒരു 10 ലക്ഷം ലയബിലിറ്റി കൂടി ഉണ്ട്. ദൈവമേ, എന്താ എന്താ പറ്റിയ? അറിഞ്ഞില്ലേ? ഡോക്ടർക്ക് സസ്പെൻഷൻ. ഇതാ ഓർഡർ. കണ്ടോ മോളെ, തക്ക സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാൻ പറ്റും. പെണ്ണ് കാണാമെന്ന് എന്റെ മോളെ തോണ്ടാന്നൊക്കെ തേണ്ടി ഓടാ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലാതെ വാങ്ങള് അവന് വട്ടായി. അന്ന് ചോദിച്ച അതേ ചോദ്യം ഞാൻ ആവർത്തിക്കുക. സങ്കടമുണ്ടോ? വിഷമിക്കണ്ട.